സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതും മദ്യനയവും നിയമസഭയിൽ പ്രതിപക്ഷം ചർച്ചയാക്കാൻ ഒരുങ്ങുന്നു. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അടിയന്തര പ്രമേയമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശകളാണ് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കുക. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് നിയമസഭ ചരമോപചാരം അർപ്പിക്കുമെന്നും ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. VA ഗിരീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും തുടങ്ങിയാണ്. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട കുറച്ച് ദിവസങ്ങൾ സഭാ സമ്മേളനത്തിന് അവധി നൽകിയിരുന്നു. ഇതിനുശേഷം നിയമസഭ ഇന്ന് പുനരാരംഭിക്കും. ഈ സഭയിൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കുന്നത് ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ബജറ്റിൽ ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുമെന്നും അതുവരെയുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇത് നടപ്പായില്ല. ഈ വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അതോടൊപ്പം കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്ക് ഇന്ന് നിയമസഭ ചരമോപചാരം അർപ്പിക്കും. ഇതിനുശേഷം ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് വരുമ്പോൾ പോലീസ് സേനയിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണം എന്ന് സംബന്ധിച്ച വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ ഉന്നയിക്കുക. അതോടൊപ്പം പൊതുമരാമത്ത്, ടൂറിസം, ഭക്ഷ്യവകുപ്പുകളുമായി ബന്ധപ്പെട്ട ഉപധനാഭ്യർത്ഥന ചർച്ചകളാണ് ഇന്ന് സഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മദ്യനയവുമായി ബന്ധപ്പെട്ട ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശ എന്ത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ തന്നെ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ഇത് ഉന്നയിക്കാനാണ് ഇപ്പോൾ ചോദ്യം നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ടൂറിസം വകുപ്പ് ഒരു ചർച്ച നടത്തിയിരുന്നു. ബാർ കോൺട്രാക്ടറുകൾ ഉടമകളെയും അതോടൊപ്പം ഈ മേഖലയിലുള്ളവരെയുമായി ബന്ധപ്പെട്ട മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് ടൂറിസം വകുപ്പ് ഈ ചർച്ച നടത്തിയതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ മീറ്റിംഗിൽ നൽകിയ ശുപാർശകൾ എന്തൊക്കെ എന്നുള്ളതാണ് പ്രതിപക്ഷം ഇന്ന് ചോദ്യോത്തരവേളയിൽ ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്ന പല വിഷയങ്ങളും, അത് കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം അടക്കമുള്ളവ, അതോടൊപ്പം ഈ CMRL കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നോട്ടീസ് നൽകിയത്, ഹൈക്കോടതി നോട്ടീസ് അയച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചാവേളയിൽ ഇന്ന് സഭയിൽ ഉയർന്നു വരും. SKN. താങ്ക് യു VA ഗിരീഷ്. അബ്ദുൽ ഖാദർ പറഞ്ഞു. SKN ധൈര്യമായി മുന്നോട്ട് പോകൂ, ജനങ്ങൾ 24-നൊപ്പമാണ് എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അബ്ദുൽ ഖാദർ, ഇത് സോഷ്യൽ മീഡിയയിലെ തന്നെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ നമ്മൾ തകർന്നടിയുന്നു, 8 നിലയിൽ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെഴുതി സായുജ്യം അടഞ്ഞവരാണ്. പക്ഷേ നമ്മളിപ്പോൾ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന സമയത്ത് ഇവർ മിണ്ടുന്നില്ല, മൗനത്തിലാണ് കുറേ കാലമായിട്ട്. അവരുടെ മൗനമൊക്കെ നമുക്ക് മനസ്സിലാകും, കാര്യം അവരെന്താ പറയുക. അതേസമയം ഇത് തകർന്നടിയണമെന്ന് താല്പര്യമുള്ള ഒരു ചെറിയ സംഘം ആളുകൾ യൂട്യൂബിൽ വന്ന് ചില കമൻറ്റുകൾ ഇട്ട് നമ്മുടെ ഈ പ്രഭാതം, നല്ല പോസിറ്റീവായ പ്രഭാതത്തെ പോലും നെഗറ്റീവാക്കാൻ ആൾക്കാർ ശ്രമിക്കും. അത് പ്രേക്ഷകർ കണ്ടില്ലെന്നടിക്കുക, അവരെ അർഹിക്കുന്ന അവജ്ഞയോട് തള്ളിക്കളഞ്ഞേക്കുക. രഞ്ജിത്ത് കുമരകം അതുപോലെ ചോദിക്കുന്നു, ആലപ്പുഴ കായിപ്പുറം CMS LP സ്കൂളിലെ കുട്ടികൾക്ക് വായനാ ദിനമാണ്, അതിൻ്റെ ആശംസകളൊന്നും നേരാമോ? അവർക്ക് ആശംസകൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.